ഹലോ ഗൈസ്, എല്ലാവർക്കും മല്ലു ആപ്സിൻ്റെ iOS ആപ്പ് ഡെവലപ്മെൻറ്റ് ട്യൂട്ടോറിയലിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ടാബ് ബാർ സെറ്റ് ചെയ്യാം എന്ന് നോക്കി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു ഗാലറി സ്ക്രീൻ, അതായത് നമ്മൾ ഗാലറി എന്ന ടാബ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ സെറ്റ് ചെയ്തു, ഒരു എംപ്റ്റി സ്ക്രീൻ ഡിസ്പ്ലേ ചെയ്തു. ഇനി അതിൽ എങ്ങനെ ഒരു ഗാലറി സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ഗാലറിയിൽ ടോപ്പിൽ ഒരു ഹൊറിസോണ്ടലി സ്ക്രോൾ ചെയ്യുന്ന ഒരു ലേഔട്ട് ഉണ്ട്. അതിൽ ഒരു പ്ലെയറിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ പ്ലെയറിൻ്റെ ഗാലറി താഴെ ഇതുപോലെ ലിസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോഡിങ്ങിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി galleryview.swift എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ വേരിയബിൾസിനെ ആഡ് ചെയ്യാം. നമുക്കിനി അടുത്തായിട്ട് പ്ലെയേഴ്സിൻ്റെ ഈ ഹൊറിസോണ്ടലി ലിസ്റ്റ് ചെയ്യുന്ന ഈ വ്യൂ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായി ഞാനൊരു ഇമേജ് ആഡ് ചെയ്യുകയാണ്. ഇമേജ് സെലക്റ്റഡ് പ്ലെയർ ഇമേജ് റീസൈസബിൾ. എന്നിട്ട് നമുക്കിതിനൊരു ഫ്രെയിം സെറ്റ് ചെയ്യാം. ഫ്രെയിം 100 then സെൻഡ്. ഒരു കോർണർ റേഡിയസ് സെറ്റ് ചെയ്യാം. നമുക്കിവിടെ നമ്മുടെ യു ഐയിൽ കാണാം, ഓരോ പ്ലെയേഴ്സിനെയും സെലക്ട് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആ പ്ലെയറിന് ചുറ്റും ഒരു സർക്കിൾ, ഒരു വൈറ്റ് കളർ സർക്കിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെലക്ട് ചെയ്യാത്ത പ്ലെയേഴ്സിനും ഒരു സർക്കിൾ ഉണ്ട്, പക്ഷേ അത് വളരെ തിന്നാണ്. ഇനി നമുക്ക് അടുത്തതായി അത് നമ്മുടെ ഇമേജിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഓവർലേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓവർലേ സർക്കിൾ ഇനി നമുക്കൊരു ക്ലിപ്പ് ഷേപ്പ് ആഡ് ചെയ്യാം. ക്ലിപ്പ് ഷേപ്പ് സർക്കിൾ. എല്ലാ പ്ലേയേഴ്സിനെയും ഇവിടെ ഹൊറിസോണ്ടൽ സ്റ്റാക്കിൽ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്യുകയാണ്. ഫോർ ഈച്ച് players dot indices ഞാൻ ഈ ഫോർ ലൂപ്പിനെ ഒരു ഹൊറിസോണ്ടൽ സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എച്ച് സ്റ്റാക്ക്
നമ്മൾ അതിനെ ഒരു സ്റ്റാക്കിലേക്ക് മൂവ് ചെയ്തു. ഇനി ഈ പ്ലെയേഴ്സിനെ ഞാൻ ഡൈനാമിക്കായിട്ട് സെറ്റ് ചെയ്യുകയാണ്. പ്ലെയേഴ്സ് ഇൻഡെക്സ് ഡോട്ട് ഇമേജ്. കണ്ടോ, ഇപ്പോൾ നമ്മുടെ എല്ലാ പ്ലേയേഴ്സിനെയും ഇവിടെ ഹൊറിസോണ്ടൽ സ്റ്റാക്കിൽ ലിസ്റ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ മാത്രം ഈ പ്ലെയറിന് ചുറ്റുമുള്ള സർക്കിൾ ബോൾഡ് തിക്കാക്കിയാൽ മതി. ബാക്കി എല്ലാത്തിനും വളരെ ലൈറ്റ് കളർ മതി. അപ്പോൾ നമ്മളിവിടെ ഈ ലൈൻ വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നിടത്ത് ഒരു കണ്ടീഷൻ കൂടി ആഡ് ചെയ്യുകയാണ്. സെലക്റ്റഡ് ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് ആണെങ്കിൽ മാത്രം ലൈൻ വിഡ്ത്ത് 8 കൊടുക്കുക, അല്ലെങ്കിൽ 1 മതി. ഇനി ഞാൻ ഈ ഹൊറിസോണ്ടൽ സ്റ്റാക്കിനെ ഒരു സ്ക്രോൾ വ്യൂവിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ സ്ക്രോൾ വ്യൂ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിവിടെ ഈ ഹൊറിസോണ്ടൽ സ്റ്റാക്കിന് പാഡിങ് സെറ്റ് ചെയ്യുന്നു. പാഡിങ് വെർട്ടിക്കൽ 10 കൊടുക്കുന്നു. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ പാഡിങ് സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്കറിയാം, നമുക്കിവിടെ പ്ലേയേഴ്സിനെ ടോപ്പിൽ ലിസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ താഴത്തേക്ക് ഗാലറിയും വേണം. അപ്പോൾ ഗാലറി നമുക്ക് താഴെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇതിനെ ഒരു വെർട്ടിക്കൽ സ്റ്റാക്കിലേക്കും അതുപോലെ തന്നെ വേറൊരു സ്ക്രോൾ വ്യൂവിലേക്കും ആഡ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ആദ്യം വെർട്ടിക്കൽ സ്റ്റാക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനായി ഞാൻ സ്ക്രോൾ വ്യൂവിൽ കമാൻഡ് പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു. ദെൻ വി സ്റ്റാക്ക് ആഡ് ചെയ്യുന്നു. ദെൻ ഇവിടെ എൻഡ് ഓഫ് വി സ്റ്റാക്ക്. പിന്നെ ഈ വി സ്റ്റാക്കിനെ എഗെയിൻ ഒരു സ്ക്രോൾ വ്യൂവിലേക്ക് ആഡ് ചെയ്യുന്നു. വെർട്ടിക്കൽ സ്ക്രോൾ വ്യൂ ഇൻഡിക്കേറ്റർ ഫോൾസ് ആക്കുന്നു. ദെൻ നമ്മുടെ ഈ കംപ്ലീറ്റ് കണ്ടന്റിനെ ഇതിനകത്തേക്ക് മൂവ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് കണ്ടോ, ഇപ്പോൾ നമ്മളുടെ ആ പ്ലെയേഴ്സിൻ്റെ ലിസ്റ്റ് ടോപ്പിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇനി നമ്മൾക്ക് ഇതിനെ ഒരു നാവിഗേഷൻ വ്യൂവിലേക്ക് എംബഡ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ടോപ്പിൽ നാവിഗേഷൻ വ്യൂ ആഡ് ചെയ്യുന്നു. ഇത് നമുക്ക് നാവിഗേഷൻ്റെ ടൈറ്റിലും അതുപോലെ തന്നെ സ്ക്രോൾ വ്യൂവിൻ്റെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായി ആദ്യം ഞാൻ താഴെ വന്നിട്ട് സ്ക്രോൾ വ്യൂവിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുന്നു. ഫ്രെയിം വിഡ്ത്ത് ഇൻഫിനിറ്റി കൊടുക്കുന്നു, അതുപോലെ തന്നെ മാക്സിമം ഹൈറ്റും ഇൻഫിനിറ്റി കൊടുക്കുന്നു. ഓക്കെ, ദെൻ നമ്മൾ നാവിഗേഷൻ ബാർ ടൈറ്റിൽ ആഡ് ചെയ്യുന്നു. ഡിസ്പ്ലേ മോഡ് കൊടുക്കുന്നു, ഇൻലൈൻ കൊടുക്കുന്നു. ഇൻലൈൻ ഓക്കെ, നമ്മളുടെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സെറ്റായി. ഇനി നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ നമുക്ക് ഈ ഹൊറിസോണ്ടൽ സ്ക്രോള് വർക്ക് ചെയ്യുന്നുണ്ട്, പ്ലെയേഴ്സിനെല്ലാം ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു പ്ലെയറിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ യാതൊരു ആക്ഷനും സംഭവിക്കുന്നില്ല. ഇനി നമുക്ക് ഈ ക്ലിക്ക് ചെയ്യുമ്പോഴുള്ള ആക്ഷൻ ഐഡി കൊടുക്കാം. അതിനായി ഞാനിവിടെ ടാബ് ജസ്റ്റർ ആഡ് ചെയ്യുന്നു. ടാബ് ജസ്റ്റർ സെലക്റ്റഡ് ഇൻഡെക്സ് ചേഞ്ച് ചെയ്യുന്നു. സെലക്റ്റഡ് ഇൻഡെക്സ് ഈക്വൽ ടു ഇൻഡെക്സ് ആക്കുന്നു. അതുപോലെ
സെലക്റ്റഡ് പ്ലെയർ ഈക്വൽ ടു പ്ലെയേഴ്സ് ഇൻഡെക്സ് ആക്കുന്നു. ഓക്കെ, ഇനി അഗെയിൻ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ ഒരു പ്ലെയറിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്ലെയറിൻ്റെ മേലിൽ സെലക്ഷൻ കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഈ ക്ലിക്ക് കുറച്ച് സ്മൂത്ത് ആക്കാൻ വേണ്ടി ഒരു ആനിമേഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആനിമേഷൻ ഈ സീൻ കൊടുത്തു. ഇപ്പോൾ കണ്ടോ, ഒരു ആനിമേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ആ ക്ലിക്ക് വർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ഈ പ്ലെയറിൻ്റെ താഴെ ആ ഗാലറി വ്യൂ ആഡ് ചെയ്യണം. അപ്പോൾ ഞാനത് പാർട്ട് 6 ആയിട്ട് ഇതിൻ്റെ തൊട്ട് പിന്നാലെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസോ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.